എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ എല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? അല്ലേ, ഇതൊരു വലിയ ചോദ്യമാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒന്ന്. നമ്മൾ മരിക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? എല്ലാം അവിടെ തീരുമോ, അതോ പുതിയൊരു തുടക്കമാണോ? അപ്പോ ഈ വലിയ ചോദ്യത്തിനുത്തരം കണ്ടെത്താനായി നമ്മൾ ഇന്ന് നോക്കുന്നത് സ്വാമി ശിവാനന്ദന്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹം പുരാതന ഗ്രന്ഥങ്ങളെയും അദ്ദേഹത്തിന്റെ ധ്യാനാനുഭവങ്ങളെയും അടിസ്ഥാനമാക്കി മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ് ഈ തത്വചിന്തയനുസരിച്ച് മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ? അതാണ് ആദ്യത്തെ കാര്യം. അതായത് ഇവിടെ മരണത്തെ കാണുന്നത് ഒരവസാനമായിട്ടല്ല, മറിച്ച് ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കുറച്ചുകൂടി ഉയർന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു വാതിൽ മാത്രമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു മാറ്റമാണ്. ഇതിനെ വിശദീകരിക്കാൻ കൊടുത്ത ഒരു ഉപമ നോക്കൂ. നമ്മൾ പഴയ മുഷിഞ്ഞ ഉടുപ്പൊക്കെ മാറ്റി പുതിയൊരെണ്ണ ഇടുന്നില്ലേ? അതുപോലെ തന്നെ ഈ ശരീരത്തിൽ ജീവിക്കുന്ന ആത്മാവ് ജീർണിച്ച ഈ ശരീരം ഉപേക്ഷിച്ച് പുതിയൊന്നിലേക്ക് പ്രവേശിക്കുന്നു. ശരീരം ഒരു വസ്ത്രം പോലെ മാത്രം. ഇവിടെയാണ് ശരിക്കും രസകരമായൊരു കാര്യം വരുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റുന്ന ഒരു ചിന്തയാണത്. യഥാർത്ഥ മരണം എന്ന് പറയുന്നത് ഈ ശരീരം ഇല്ലാതാവുന്നതല്ല, മറിച്ച് നമ്മൾ ആരാണെന്നുള്ള ആത്മീയമായ സത്യം മറന്നുപോകുന്നതാണ്. അതുപോലെ യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത് ആ ശാശ്വതമായ സത്യവുമായി നമ്മൾ എപ്പോഴും കണക്റ്റഡായിരിക്കുന്നതും. ശരി, അപ്പോൾ മരണം ഒരു മാറ്റമാണെങ്കിൽ ആ യാത്ര എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ആത്മാവ് എങ്ങനെയാണ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തുപോകുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയും നല്ലൊരു ഉദാഹരണമുണ്ട്. ഒരു പുഴു ഒരു ഇലയിൽ നിന്ന് പിടിവിടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഇലയിൽ പിടിച്ചിട്ടുണ്ടാകും, അല്ലേ? അതുപോലെ ഈ ശരീരം വിടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആത്മാവിന് താൻ പോകാൻ പോകുന്ന അടുത്ത ശരീരത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടുമത്രേ. അതായത് ഇതൊരു ശൂന്യതയിലേക്കുള്ള എടുത്തുചാട്ടമല്ല, മറിച്ച് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഈ വേർപിരിയലിന് കൃത്യമായ ഘട്ടങ്ങളുണ്ട്. ആദ്യം ശരീരം പതിയെ ദുർബലമാകും. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞു തുടങ്ങും. പിന്നെ ഈ അവയവങ്ങളുടെ എല്ലാം ശക്തി ഹൃദയത്തിൽ വന്ന് ലയിക്കും. അതിനുശേഷം ഉദാനവായു എന്നൊരു ഊർജം ഈ സൂക്ഷ്മ ശരീരത്തെ പുറത്തേക്ക് വലിച്ചെടുക്കും. അവസാനം മനസ്സും പ്രാണനും നമ്മുടെ മുൻകാല ഓർമ്മകളും ഒക്കെയായിട്ട് ആത്മാവ് ശരീരം വിട്ടുപോകുന്നു. ഓക്കെ, അപ്പൊ ആത്മാവ് ശരീരം വിട്ടു. ഇനി എങ്ങോട്ടാണ് യാത്ര? ഇവിടെയാണ് കാര്യങ്ങൾ രണ്ടായി പിരിയുന്നത്. ഓരോരുത്തരും ജീവിച്ച ജീവിതമനുസരിച്ച് മുന്നോട്ട് രണ്ട് വഴികളുണ്ട്. അതിലൊന്ന് ദേവയാനം, അതായത് പ്രകാശത്തിന്റെ പാത. ജ്ഞാനികളും യോഗികളുമൊക്കെ, അതായത് ആത്മീയമായി ഉയർന്ന ആളുകൾ, ഈ വഴിയിലൂടെ പോയി മോക്ഷം നേടുന്നു. അവർക്ക് പിന്നെ പുനർജന്മമില്ല. ഇനി രണ്ടാമത്തെ വഴി പിതൃയാനം, അഥവാ അന്ധകാരത്തിന്റെ പാത. ഭൗതികമായ ആഗ്രഹങ്ങളും ബന്ധങ്ങളുമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന സാധാരണക്കാർ ഈ വഴിയിലൂടെ പോയി തങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വീണ്ടും ഭൂമിയിൽ ജനിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? എന്തിനാണ് ആത്മാവ് തിരികെ വരുന്നത്? എന്തുകൊണ്ട് ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു? അതിന്റെ ഉത്തരം പുനർജന്മ നിയമത്തിലാണ്. നമ്മുടെ മനസ്സും അതിലെ തീരാത്ത ആഗ്രഹങ്ങളും പിന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നുള്ള കർമ്മഫലങ്ങളുമാണ് ഇതിന് കാരണം. ഇതൊക്കെ ഒരു കാന്തം പോലെ ആത്മാവിനെ വീണ്ടും ഒരു ശരീരത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാനുമാണ് ഈ മടങ്ങിവരവ്. ഈ പുനർജന്മം എന്ന ആശയത്തിന് തെളിവായിട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില കൊച്ചുകുട്ടികൾ അത്ഭുതകരമായ കഴിവുകൾ കാണിക്കുന്നത്? അതാണ് ചൈൽഡ് പ്രോഡിജികൾ. അതുപോലെ ആരും പഠിപ്പിക്കാതെ തന്നെ ചിലർക്ക് സംഗീതത്തിലോ കലയിലോ ഒക്കെ അപാരമായ കഴിവുണ്ടാകും. ഒരു നവജാത ശിശു എങ്ങനെയാണ് പാൽ കുടിക്കേണ്ടതെന്ന് പഠിക്കുന്നത്? ഇതൊക്കെ മുൻജന്മങ്ങളിൽ നിന്ന് കിട്ടിയ വാസനകളാണെന്നാണ് ഈ തത്വചിന്ത പറയുന്നത്. അപ്പോ ജീവിതം ഇങ്ങനെ ജനനവും മരണവുമായി ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ ഒരു അർത്ഥം? ഇതിനൊരു അവസാനമുണ്ടോ? ഉണ്ട്. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. അതായത് മരണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനനമരണ ചക്രത്തെ തന്നെ ഭേദിക്കുക എന്നാണ്. നല്ലൊരു അടുത്ത ജന്മം കിട്ടാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് ഈ ജനനമരണങ്ങളിൽ നിന്നെല്ലാം മോചിതരായി ആത്യന്തികമായ സത്യത്തിൽ ലയിക്കാനാണ് എല്ലാ ആത്മീയ സാധനങ്ങളും ലക്ഷ്യം വെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്തിമ ലക്ഷ്യം മോക്ഷമാണ്. എങ്ങനെയാണത് നേടുന്നത്? അജ്ഞാനത്തെ അറിവുകൊണ്ട് ഇല്ലാതാക്കണം. നമ്മുടെ യഥാർത്ഥ സ്വത്വം
ഈ ശരീരമല്ല, മറിച്ച് അനശ്വരമായ ആത്മാവാണെന്ന് തിരിച്ചറിയണം. ഈ തത്വചിന്തകളെല്ലാമാണ് സ്വാമി ശിവാനന്ദ സ്ഥാപിച്ച ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ പഠനങ്ങളുടെയെല്ലാം അടിസ്ഥാനം. ഈ ആത്മസാക്ഷാത്കാരത്തിലേക്കും മോചനത്തിലേക്കുമുള്ള ഒരു വഴിയാണ് അവർ മുന്നോട്ടുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തുൾക്കൊള്ളാം? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. മരണം ഒരു ഫുൾ സ്റ്റോപ്പല്ല, മറിച്ച് ഒരു കോമ മാത്രമാണെങ്കിൽ, നമ്മുടെ ജീവിതം അനന്തമായ ഒരു യാത്രയുടെ ഭാഗമാണെങ്കിൽ, അത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റുക? നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെയൊക്കെ അതെങ്ങനെയാവും സ്വാധീനിക്കുക?